അമേരിക്കയിൽ പോയി കേട്ടോ. ഇടയ്ക്ക് അങ്ങനെ ചെറിയ കുഴപ്പമുണ്ടായിട്ടുണ്ട്. എന്റെ ബിസിനസ് മുഴുവൻ അമേരിക്കയിലാണ്. ഇടയ്ക്കിടയ്ക്ക് അമേരിക്കയിൽ പോകും. ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഏകദേശം ഒരുവിധം ഒരു 90%, 80%, ഒരു 70%. ഇല്ല, തുടക്കത്തിൽ തൊട്ട് തുടങ്ങി. അല്ല, പുള്ളി കുറെ കഴിഞ്ഞപ്പോൾ പോയല്ലോ. പിന്നെ ചില സീനുകളിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ 70% കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അമേരിക്കയിലേക്ക് ഹോളിവുഡ് പടത്തിന് പോകേണ്ടി വന്നു. എന്നല്ലേ ലാംഗ്വേജിന്റെ പ്രശ്നത്തിൽ അവർ പറഞ്ഞു വിട്ടു. അങ്ങനെ ഇടയ്ക്ക്. പക്ഷെ അതൊന്നും പടത്തിലറിയില്ല. അതിൽ അത്യാവസാനം ഉണ്ട്. ഇടയ്ക്ക് പുള്ളി ഒന്ന് മിസ്സാകുന്നുണ്ട്. പക്ഷെ അത് അവൻ അവൻ എന്നുള്ളത് മാറ്റിക്കൊണ്ട് ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. 4 പേര് നിൽക്കുകയല്ലേ ഇങ്ങനെ. വീട്ടിൽ പോയി അവിടെ ഉള്ളിൽ ശിങ്കാരി വേണം 3 പേർക്ക്. ഒരാളുടെ പോർഷൻ കുറഞ്ഞിട്ട് ചുമ്മാ പറഞ്ഞത്. പക്ഷെ നമ്മൾ ഭയങ്കര ജോലിയായിരുന്നു എല്ലാവരും. അതായത് ഒരുപാട് ഇംപ്രൂവൈസേഷൻസ് ഉണ്ടായിരുന്നു. അതെ, ഒരുപാട് കൗണ്ടർ ടു കൗണ്ടർ പറയുന്നൊക്കെ ഒരുപാട് ഇംപ്രൂവൈസേഷൻസ്. ഈ 4 പേരും കൂടെ ഉള്ള സീനുകളാണ് ഏറ്റവും രസകരമാകുന്നത്. നമുക്ക് ഈവൻ പ്രദീപ് കോട്ടയത്തിന് പോലും നമ്മൾ എനിക്ക് കയറ്റിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ സീനുകൾ. ഇടയ്ക്ക് നമ്മൾ പാലയിൽ പാലല്ലേ കോട്ടയത്ത് സീമസ് കോളേജിൽ ഷൂട്ട് നടക്കുമ്പോഴത്തേക്ക് ഒരു കുട്ടിയുടെ ഇതുമായിട്ട് കുറെ ഫാമിലി ആൾക്കാരൊക്കെ വന്നു. നമ്മുടെ കേരൻ ഷെയറിന്റെ ഈ കുട്ടികളുടെ ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. ആ കുട്ടി വന്നിരുന്നു അവിടെ. അത് പക്ഷേ പട്ടിയടിച്ച കുട്ടിയാണ്. അതെ, പക്ഷെ ബാഗ് സ്കൂൾ ബാഗ് ഒക്കെ കൊടുത്ത് പട്ടിയടിച്ച് പോകാൻ പോയി. അത് നമ്മളെ മറ്റേ ട്രീറ്റ്മെന്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് അതെ ഫാമിലി. അല്ല, ഞാൻ പറഞ്ഞു അന്നേരം കുറെ ആ സമയത്ത് ഇലക്ഷൻ സമയമല്ലേ. എല്ലാ സ്ഥാനാർത്ഥികളും ഇഷ്ടം പോലെ ആൾക്കാർ അവിടെ ഇരിക്കുകയായിരുന്നു. എല്ലാ രണ്ട് എതിർ സ്ഥാനാർത്ഥികളും വന്നു അവിടെ. കോട്ടയം സമയത്ത് നമ്മുടെ ഇലക്ഷൻ ടൈമാണ്. പീപ്പിൾ വർ അറൗണ്ട്. ഓൾ ദി പൊളിറ്റീഷ്യൻസ് ആൻഡ് പൊളിറ്റിക്കൽ പീപ്പിൾ വർ ദേർ. നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം കോട്ടയം കുഞ്ഞച്ച മുതലല്ലേ നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു കോമഡി ട്രാക്കിലേക്ക് അല്ലേ? അതിനുമ്പ് ഒരു ഉഗ്രൻ കോമഡി ക്യാരക്ടർ, ഒരു എസ് ഐ ആയിട്ടൊരു അതായത് അത് ഗംഭീര പടം. അത് നന്ദി വീണ്ടും വരിക. അതിനകത്തൊരു പരേഡ് തന്നെ വേറെ ഒരു പടത്തിലെ കണ്ട്, ശ്രീനിവാസൻ ചാന്റെ പടത്തിൽ അതേപോലെ ഒരു പരേഡ് പിന്നീട് വന്നു, ഈ അടുത്ത് വന്നു. അതിലൊരു പരേഡ് ഉണ്ട്. അതിന് കുറെ ടൈമിംഗ് ഉണ്ട്. എസ് ഐ സെലക്ഷൻ നടക്കുന്ന ടൈമില് അതേപോലെ ഒരു ഹ്യൂമർ ഇതിൽ തന്നെയല്ലേ നമ്മളിത് ഫുള്ളുള്ള. കോട്ടയം കുഞ്ഞച്ചന്റെ ഹ്യൂമർ വേറെ, മറ്റേ പടത്തെ ഹ്യൂമർ വേറെ. ഇതിനകത്ത് കോട്ടയംകാരൻ എന്നുള്ള അല്ലെങ്കിൽ കോട്ടയത്തിന്റെ ആ മേഖലയിൽപ്പെട്ട ഒരു കഥാപാത്രത്തിന് അപ്പുറത്തേക്ക് കോട്ടയം കുഞ്ഞച്ചന്റെ സ്വഭാവം ഇതിനകത്തില്ല. അല്ല, ഒരു മുഴുനീളൊരു ഫുൾ ഒരു ലൈറ്റ് ഹാർട്ടഡ് ലൈറ്റ് ഫിലിമാണ്. അതായത് ഫീൽ ഗുഡ് എന്നൊക്കെ ഇപ്പൊ പുതിയതായിട്ട് പറയുന്നില്ലേ, ഫീൽ ഗുഡ് ഫിലിം മൂവി എന്ന് പറയില്ലേ, അതേ ഉള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ ലവ് സ്റ്റോറിയാണ്. അതാണ് എൻ്റെ ഒരു വലിയ അത്ഭുതം. ഈ പ്രായമുള്ള ആളായിട്ട് നമ്മള് ലവ് സ്റ്റോറി, അപ്പൊ അതിൻ്റെ ലവ് സ്റ്റോറിയാണ്, അല്ലാതെ കുട്ടികളുടെ പ്രണയകഥയല്ലല്ലോ. ഇതങ്ങനെയല്ലേ, ഇത് നമുക്ക് ഭയങ്കരമായ ആഴവും പരപ്പുമുള്ള ഒരു പ്രണയമാണ്. എവിടം വരെ, ഏത് ലെവൽ വരെ ഒരു പ്രണയം പോകാം. കല്യാണം കഴിക്കാൻ അവസാനം അനിയെ കാണുമ്പോൾ അതിയുടെ കല്യാണം ഉറപ്പിച്ച് കല്യാണം വെച്ച് കഴിക്കാൻ പോവുക. അതിന്റെ അമ്മച്ചൊന്നും ചീത്ത വിളിക്കുന്നില്ലേ? ആ കല്യാണം കൂടാനും പോയേക്കും. അതെ, വീട്ടിൽ വന്നിട്ട് ചീത്ത വിളിക്കാൻ പറ്റും. എന്തിനാണ് അമ്മയുടെ കല്യാണം കൂടാൻ പോയിട്ട് വന്നിട്ട്? അങ്ങനെയൊക്കെ ഉള്ള സീനുകൾ ഈ സിനിമയിൽ സാധാരണ സിനിമയില്ലാത്ത. ഇഷ്ടംപോലെ ഇയാൾ അവിടെ നിന്ന് ബഹളം ഉണ്ടാക്കുന്നത് വെറുതെ പിള്ളേർ എന്താണ് പഠിക്കാന്നല്ലേ, പിള്ളേരുടെ ദേഷ്യം ആവശ്യമില്ല. എനിക്കെന്റെ നിലതെറ്റി നിൽക്കുന്ന അവിടെ അനിയനെ കാണുമ്പോ അത് കാണിക്കയില്ല. അനിയനെ കാണുമ്പോ അല്ല, നിലതെറ്റി കഴിഞ്ഞ ദിവസം ഡൈനിങ് ഹാളിലേക്ക് വരുമ്പോ അമ്മച്ചി ഇവിടെ കഴിക്കൊന്നുമില്ല, അമ്മച്ചിയുടെ ഒരു കൗണ്ടർ ഉണ്ട്, അപ്പൊ നീ അവിടെ നിന്ന് ഉണ്ടില്ലായോ? Okay, Andrea, you are working with Mammootka for the first time. So, how was the chemistry between you two? Only we didn't have any chemistry. You didn't have any Only physics. Hardly anything. Yeah. But scenes so there were combination scenes like romantic scenes or something like that? No, there were sad scenes. So sad. No? She had long lines to speak. Yeah, I had 2-page dialogue. So you by heart? Astonishingly, she did well, very well. Very good. I couldn't believe so many other language actors, those who does not know English. I mean, Malayalam, sorry. They will struggle to speak the lines, but she by hearted the whole thing. Yeah, I by hearted the whole thing. So how many days did you take to by heart that? I don't know, one day. I don't remember it also. ഫുള്ള് മലയാളത്തിൽ തന്നെയല്ലേ പറഞ്ഞത്? മലയാളം തന്നെയാണെന്ന് തോന്നുകയും ചെയ്യും. അല്ല, ചില ആൾക്കാർ മലയാളം പറയുന്ന പോലെ അല്ലല്ലോ. മലയാളം കംഫർട്ടബിളി. നമ്മുടെ അസംബ്ലിക്കൂടത്തിൽ പോകുന്നതിന്റെ കുഴപ്പമാണത്. That's why I don't remember anyone
I was so busy learning. അതാണ് കാരണം. ചെറിയ അല്ല dialogue ആളുകളെ പറഞ്ഞാൽ തന്നെ ആരും ഫുൾ ടൈം പഠിച്ചോണ്ടിരിക്കും അതുകൊണ്ടാണ് ഇന്ന് കാണാണ്ടായി പോയത് ഒന്നുമല്ല. അതൊന്നും അല്ല കാരണം ഞാൻ അങ്ങോട്ടൊന്നും പോകാറില്ല. ഞാൻ എന്ന് ഇത് പറ എന്നിട്ട് 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 എക്സ്പീരിയൻസ് പറയും. എന്റെ എക്സ്പീരിയൻസ് വളരെ വലിയ എക്സ്പീരിയൻസാണ്. അതെനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ പടം ചെയ്തേക്കുന്ന ഇക്കയുടെ കൂടെ ഇപ്പൊ സിനിമയിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ പടം ചെയ്തേക്കുന്നത് ഇക്കയുടെ കൂടെ. നല്ലൊരു എക്സ്പീരിയൻസ് എന്നല്ല, ഇങ്ങനെ ഇപ്പൊ ഈ ഇരിക്കാൻ കഴിയുന്നത് തന്നെ എൻ്റെ ഒരു ഭാഗ്യവും. എക്സ്പീരിയൻസിൽ വലുതിന്റെ ഒരു ഭാഗ്യം. എന്ത് എക്സ്പീരിയൻസ് ഉണ്ട് ഇതിന് മുമ്പ്? വേറെ വല്ല എക്സ്പീരിയൻസ് ഉണ്ട്? എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? ലുക്രം പെയിന്ററാന്ന് ഞാൻ പറഞ്ഞല്ലേ. ബസ്സിന് വേണ്ടി വീട്ടിൽ പെയിന്റ്, വീട് ഹൗസ് പെയിന്റിങ്. പെയിന്റിങ് ഇത് അതത് വേ പെയിന്റർ, Oh, ആർട്ടിസ്റ്റ് പെയിന്റിങ്. ഹൗസ് പെയിന്റ്. your house, everybody's house. Everybody. Oh. Anybody. Anybody's house. ഇല്ല. വേറെ ആരുണ്ടല്ലോ അങ്ങനെ? അല്ല മിമിക്രിക്കാരിൽ 100% വേറെ ഇതിലുള്ളവരാ? ഇല്ല എല്ലാ പെയിന്റിങ്ങാരാ. അല്ലേ? പിന്നെ പെയിന്റർ കാരണം പെയിന്റർ ആകുമ്പോഴത്തേക്ക് 5 മണിയാകുമ്പോൾ പണി നിർത്താൻ പരിപാടിക്കും പോകും. അതാണ് ചില ആൾക്കാർ പരിപാടിക്ക് ഒരു മുട്ടിൽ പെയിന്റ് ഒക്കെ ആയിട്ട് തന്നെ കാണാം. ഫസ്റ്റ് കോഴ്സ് കളഞ്ഞിട്ട്. അപ്പോൾ പുള്ളിക്ക് പെയിന്റിങ് എക്സ്പീരിയൻസ് ആണ്. അത് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അല്ലേ? അപ്പോൾ ഈ ജോപ്പനെ എൻ്റെ പടത്തിൽ റോൾ അഭിനയിക്കുന്നതിന് അത് ആ എക്സ്പീരിയൻസ് എന്തെങ്കിലും സഹായിച്ചിട്ടുണ്ട്? അത് എക്സ്പീരിയൻസ് തന്നെ എനിക്ക് 2ാമത് 3ാമത് 4ാമത്തെ പടം ചെയ്യല്ലേ ഇപ്പൊ. അപ്പൊ എക്സ്പീരിയൻസ് അല്ല, എനിക്ക് പേടി കുറഞ്ഞ പ്രശ്നമില്ല. എല്ലാ സ്ഥലത്തും പേടി വരുന്നുണ്ട്. പേടിയില്ല. പേടി അത് എനിക്കൊന്ന് റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള പേടിയായിരിക്കാം. No. ഒരു പരിചയമില്ല. അത് അറിഞ്ഞൂടാക്കണ്ട. അത് ആളറിയില്ലല്ലോ. Yeah, I know. Pedi means fear. I Fear. was wondering why everyone is afraid. Maybe kind of a respectful kind of thing. So respect is not fear. അല്ല ബഹുമാനപൂർവ്വം വരുന്ന നമുക്കൊരു ഇതാണ്. ഒരു fashion ആണ്. Now it's a fashion. That I go. ഇപ്പൊ പേടിയില്ല. Very serious person. I'm scared of him. But he's not like on the set. You were like talking to everybody. And joking. Please repeat. Yeah. Repeat. You Repeat. were talking to everyone and joking. And That's what I am saying. By this movie, I had the Only fear. I changed in this movie. Only for that. അതല്ല പണ്ടുള്ള സിനിമയിൽ ചെറിയൊരു കോമ്പിനേഷൻ സീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇതിലൊരു combination 2-3 ദിവസം ഉണ്ടായപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ അപ്പൊ പറ്റും. ഇത്രയും ദിവസമുള്ള ഞങ്ങളുടെ അവസ്ഥയായിരിക്കും. ഇല്ല ഇത് ഞങ്ങളോട് അങ്ങനെ വഴക്കൂരൊന്നും കാണിച്ചിട്ടില്ല. എന്താ ഞാൻ ആരോട് വഴക്കൂടും? നിങ്ങൾ ആരോടും വഴക്ക് പറഞ്ഞിട്ടില്ല. എന്തിനാ അങ്ങനെ പറഞ്ഞു വരുന്നത്? എനിക്കറിഞ്ഞു. അല്ല അതൊരു ബഹുമാനത്തിന്റെ ഭാഗമായിട്ട് എന്തിനാ ബഹുമാനിക്കുന്ന ഒരാളെ പേടിക്കണം? ഇനി ആ വാക്ക് നമ്മൾ ആരും ഉപയോഗിക്കുന്നതല്ല. പേടിയില്ല. maybe ഒരാളെ പേടിയില്ല. intimidated, not afraid. ഒരാളെ Ah, പേടിയില്ല. maybe that's the word. Okay, Andrea, let me ask you something else. According to your character Annie, tell me about Jobin. According to my character. Character. Tell Annie's me about viewpoint. Yes, Annie's viewpoint. തമിഴ്. Okay, Tamil please. Annie's viewpoint வந்து ஜோப்பன் ஒரு just miss. Just miss. അതെല്ലാം Just just miss ആ. miss. Just miss ആ. அப்படியே like too late, just like that. ஏன்னா வந்து the childhood, sweethearts, எல்லாம் அவ்வளோ ஸ்வீட்டா இருக்கு and then கல்யாணம் டைம்ல Something happened. yeah. அதான் So சஸ்பென்ஸ். sad. எதுக்கு எப்படி எதுக்கெல்லாம் அதெல்லாம் இப்ப சொல்லக்கூடாது. അതെ. பார்த்தவங்களுக்கு தெரியும், பார்க்க போறவங்களுக்கு தெரிய வைக்கக்கூடாது. അതെ, ഇതുവരെ കാണാത്ത ആളുകളോട് നമ്മൾ പറയുന്നത് ശരിയല്ലല്ലോ. ഇല്ല എനിക്ക് ഇല്ലാത്ത ഒരു ദിവസം വലിയൊരു കോമഡി നടന്നായിരുന്നു ലൊക്കേഷനിൽ. അത് മിക്കവരും കണ്ടിട്ടില്ല, ഞാൻ 3-4 പേരെ കണ്ടിട്ടുള്ളൂ. ആനിയുടെ ഫാദർ മരിച്ചിട്ട് കൊണ്ടുപോകണ ചടങ്ങുണ്ടല്ല, ശവപ്പെട്ടിയായിട്ട് ഞങ്ങൾ പോകുന്നു. ആ സമയത്ത് Now you remember him. ഇങ്ങനെ കൊണ്ടുപോകുന്നതിനും മഴ പെയ്തു. അപ്പൊ ഈ ബോഡിയുടെ കാല കൂട്ടി കെട്ടി വെച്ചേക്കുവാ. കെട്ടി വെച്ചിട്ട് അവര് പൊക്കളി ഇത് കിടന്ന് കമന്ന് കിടക്കാൻ നോക്കി മുഖം നനയാതിരിക്കാൻ. അതിനുശേഷം പുള്ളിനെ കൊണ്ടുവന്നിട്ട് ഈ കൂടെ നിൽക്കണ ഒരു ചുമക്കാൻ നമുക്ക് പറ്റാതായപ്പോഴത്തേക്ക് ചേട്ടന്മാര് കയറിയിരുന്നു. അപ്പൊ ഒരു മൂക്കിലെ പഞ്ഞി പോയി. അപ്പൊ അടുത്ത് നിന്ന് പുള്ളി എന്താ അറിയാം, മറ്റേ മൂക്കിലെ പഞ്ഞി അകത്തേക്ക് തള്ളി വെച്ച് ഒരെണ്ണായിട്ട് വെക്കണം. അവരുടെ അടുത്ത് ഇപ്പുറത്ത് നോക്കിയല്ലേ ഇത് പോയല്ല. അപ്പൊ അത് അകത്തോട്ട് കയറ്റി വെച്ചേക്കുന്നത്. മറ്റേ ശ്വാസം മുട്ടിട്ട് പോയി, ബോഡി കൊഴിഞ്ഞു പോയി. ആ പുള്ളി 7 ദിവസം കഴിഞ്ഞിട്ടാണ് പോയത് അച്ഛനായിട്ട് അഭിനയിച്ചത്. മരിച്ചു കിടക്കുന്ന മാത്രമേ ഉള്ളൂ. അങ്ങനെ സിനിമയുടെ അകത്ത്, സിനിമയ്ക്ക് പുറത്തുള്ള ഒരുപാട് കോമഡി ഉണ്ട്. അതും കൂടി സിനിമ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ